Hello everyone, welcome to Grow Malayalam. This is Shayas Rafia Moideen. ഫേമസ് ഇൻവെസ്റ്ററായ വാറൻ ബഫറ്റ് ഒരിക്കൽ പറയുകയുണ്ടായി, എനിക്ക് പൂർണ്ണമായും മനസ്സിലാകാത്ത ഒന്നിലും പോയി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന്. സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അവയെക്കുറിച്ച് കൃത്യമായി വിശദമായി അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ചില ആളുകൾക്ക് ചില ടേമുകൾ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും, പ്രത്യേകിച്ചും നോൺ കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 ഇമ്പോർട്ടൻറ്റ് ടേംസ് ഏതൊക്കെയാണ്, അവ എന്തൊക്കെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം. ഒന്നാമത്തെ ടേം സ്റ്റോക്ക് എക്സ്ചേഞ്ച്. വിവിധ കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങാനോ വിൽക്കാനോ റെഡിയാവുന്ന ആളുകളെ ഒരുമിച്ച് ചേർക്കുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. സ്റ്റോക്കുകൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. BSE, NSE എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. BSE എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും NSE എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുമാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടെങ്കിലും അവയിൽ ഏറ്റവും പോപ്പുലർ ആയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ BSEയും NSEയും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് വാങ്ങാം, വിൽക്കാം. ഉദാഹരണത്തിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 5000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന എക്സ്ചേഞ്ച്. അടുത്തത് സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ സഹായം ആവശ്യമാണ്. നമ്മളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കർമാരാണ്. ഈ സേവനങ്ങൾക്കായി സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒരു ഫീ ഈടാക്കും. അതിനെ ബ്രോക്കറേജ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഗ്രോ. സ്റ്റോക്ക് ബ്രോക്കർ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് സർവീസും ട്രേഡിംഗ് അക്കൗണ്ട് സർവീസും നൽകുന്നു. അപ്പം എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, അതുപോലെ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങിക്കഴിയുമ്പോൾ അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? അതിൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടാവുമല്ലോ. ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്നു എന്നതിന് തെളിവായിട്ടുള്ള ഒരു രേഖ ഇതെവിടെ സൂക്ഷിക്കും? അവിടെയാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമായി വരുന്നത്. ഇതൊരു ഡിജിറ്റൽ ലോക്കറാണ് എന്ന് പറയാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ. ഇവിടെ നമ്മൾ വാങ്ങിയ നമ്മുടെ കൈവശമുള്ള ഷെയറുകളും മറ്റു സെക്യൂരിറ്റികളും എല്ലാം ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കർ വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യലാണ്. നമ്മുടെ പേരിൽ ഒരു 16 ഡിജിറ്റ് ഡിമാറ്റ് അക്കൗണ്ട് നമ്പറോട് കൂടിയാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ആവുക. അപ്പോൾ ഇനി എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് നോക്കാം. നമ്മൾ വാങ്ങിയ ഷെയറുകൾ സൂക്ഷിച്ചു വെക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും നമുക്ക് വേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അതായത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് അതിനു വേണ്ട ഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് പോവുക. എന്നിട്ട് വാങ്ങാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ആ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാലാണ് ഡിമാറ്റ് അക്കൗണ്ടിൽ അവ എത്തുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് വിൽക്കുമ്പോൾ വിൽക്കാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നതും ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നാണ്. അടുത്ത ടേംസ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി 50. നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറുമായി ചേർന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് സ്റ്റോക്ക് ബ്രോക്കർ ആപ്ലിക്കേഷനിലേക്കോ വെബ്സൈറ്റിലേക്കോ ലോഗിൻ ചെയ്യുമ്പോൾ കാണാനിടയുള്ള 2 ടേമുകളാണ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി 50. എന്താണ് ഈ 2 സംഭവങ്ങളെന്ന് നോക്കാം. ഈ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി തുടങ്ങിയവയൊക്കെ ചില ഇൻഡെക്സുകളാണ്. ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെയോ ഒന്നിനെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. കുറെ സ്റ്റോക്കുകൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ആണ് ഈ ഇൻഡെക്സ് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നാണ് ഈ ഇൻഡെക്സുകൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ടോപ്പ് 50 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ്. ഈ 50 സ്റ്റോക്കുകളുടെ ഓവറോൾ പെർഫോമൻസ് ആണ് നിഫ്റ്റി ഇൻഡെക്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയം സെൻസെക്സ് എന്ന ഇൻഡെക്സിൽ ഇന്ത്യയിലെ ടോപ്പ് 30 സ്റ്റോക്കുകളാണ് ഉള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച് മാർക്ക് നിഫ്റ്റിയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബെഞ്ച് മാർക്ക് സെൻസെക്സുമാണ്. അടുത്തത് ഹോൾഡിംഗ് പീരിയഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ എത്തിയതിനു ശേഷം എത്ര കാലം നമ്മളത് വിൽക്കാതെ കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഹോൾഡിംഗ് പീരിയഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് അത് വിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഹോൾഡിംഗ് പീരിയഡ് 2 വർഷമാണ് എന്ന് പറയും. നമ്പർ 6, ഇൻട്രാഡേ ട്രേഡിംഗ് ആൻഡ് ഡെലിവറി ട്രേഡിംഗ്. ഇപ്പോൾ ഹോൾഡിംഗ് പീരിയഡ് എന്താണെന്ന് നമുക്കറിയാലോ. ചിലപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അന്ന് തന്നെ അത് വിറ്റേക്കാം.
ഇവിടെ നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് ഏതാനും സെക്കൻഡുകളായിരിക്കാം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളായിരിക്കാം. ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഒരു ഷെയർ വാങ്ങുന്നു, അന്ന് തന്നെ ആ ഷെയർ വിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് ഒരേ ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെലിവർ ആവുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഷെയറുകൾ ഇങ്ങനെ വാങ്ങിയ ദിവസം തന്നെ വിൽക്കാതെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ 2 ദിവസത്തിനായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ആയിരിക്കാം. ഇതിനെ ഡെലിവറി ട്രേഡിംഗ് എന്നാണ് വിളിക്കുക. ഇവിടെ സ്റ്റോക്കുകൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെലിവർ ആകുന്നുണ്ട്. നമ്പർ 7, ബുൾ ആൻഡ് ബെയർ. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളോ ലേഖനങ്ങളോ വായിക്കുമ്പോൾ അതിൽ ബുൾ, ബെയർ തുടങ്ങിയ ടേംസ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബുൾ മാർക്കറ്റ്, ബെയർ മാർക്കറ്റ് എന്നൊക്കെ. എന്താണ് ഇത് രണ്ടുമെന്ന് പറയാം. നമുക്കറിയാം, ബുൾ എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം, ബെയർ എന്നാൽ കരടി. വാല്യൂ ഉയർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയരാൻ നല്ല സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെയും സെക്യൂരിറ്റിയെയും ഒക്കെയാണ് നമ്മൾ ബുൾ എന്ന ടേം കൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ബുൾ മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അപ്വാർഡ് ട്രെൻഡിനെയാണ്. സ്റ്റോക്ക് പ്രൈസ് ഉയരുകയാണ് അല്ലെങ്കിൽ ഉയരാൻ പോവുകയാണ് എന്നാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബെയർ മാർക്കറ്റ്. സെക്യൂരിറ്റികളുടെ അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ വാല്യൂ താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ താഴെ വരാൻ സാധ്യതയുള്ളപ്പോൾ അവയെ നമ്മൾ ബെയർ എന്ന ടേം ആണ് ഉപയോഗിക്കുക. അപ്പോൾ ബെയർ മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡൗൺവാർഡ് ട്രെൻഡിനെയാണ്. സ്റ്റോക്ക് പ്രൈസസ് താഴേക്ക് പോവുകയാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്രമിക്കാൻ വരുന്ന ഒരു എതിരാളിയെ ഒരു കാള അതിന്റെ കൊമ്പ് കൊണ്ട് താഴെ നിന്നും മുകളിലേക്ക് ഉയർത്തിയാണ് അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഉയർച്ചയെ ബുൾ എന്ന ടേം വെച്ച് സൂചിപ്പിക്കുന്നത്. അതേസമയം ഒരു കരടി ആക്രമിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. അതുകൊണ്ടാണ് താഴേക്ക് പോകുന്ന മാർക്കറ്റിനെ ബെയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ടേം സെബി. ദിവസേന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഓഹരി വിപണിയിൽ നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചസും ഇൻവെസ്റ്റേഴ്സും മറ്റെല്ലാ പാർട്ടിസിപ്പൻസും ന്യായമായും സുതാര്യമായുമാണ് ബിസിനസ് നടത്തുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഉറപ്പുവരുത്തുന്നത് സെബിയാണ്. എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും സുതാര്യമാണ് എന്നും ഫ്രോഡ് പരിപാടികളൊന്നും നടക്കുന്നില്ലെന്നും സെബി ഉറപ്പാക്കുന്നു. അങ്ങനെ നിക്ഷേപകരുടെയും ട്രേഡേഴ്സിന്റെയും താല്പര്യങ്ങൾ സെബി സംരക്ഷിക്കുന്നു. അടുത്ത ടേം ലിക്വിഡിറ്റി. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഈസിനെസ്സിനെ, എളുപ്പത്തിനെയാണ്. ചിലപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടാകും, പക്ഷെ അത് വിൽക്കാൻ റെഡി ആയിട്ടുള്ള ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്കൊരു സ്റ്റോക്ക് വിൽക്കണം, പക്ഷെ വാങ്ങാൻ ആളില്ല. ഈ 2 സിറ്റുവേഷനിലും ആ സ്റ്റോക്കുകളുടെ ലിക്വിഡിറ്റി കുറവാണ് എന്നാണ് നമ്മൾ പറയാം. ഇനി ഒരു സ്റ്റോക്ക് വിൽക്കാനും വാങ്ങാനും ഈസി ആണെങ്കിൽ അതിന്റെ ലിക്വിഡിറ്റി ഹൈ ആണ് എന്ന് പറയാം. ലാസ്റ്റ് ടേം ഡിവിഡൻഡ്. സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ കമ്പനികൾക്കും ഒരു ബിസിനസ് ഉണ്ടാകുമല്ലോ. ബിസിനസ്സിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യും. അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഒരു കമ്പനി റെഗുലർ ആയി ഡിവിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആ കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനെ കെയർ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിയിലുള്ള വിശ്വാസം കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ 10 വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അവ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. അതുകൂടെ കൺസിഡർ ചെയ്ത് ഞങ്ങൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.